നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ചില ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുമ്പോൾ ചിലർക്ക് വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുള്ള ഏതൊരു മനുഷ്യനും ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ സാമ്പത്തികമായി ഉന്നതി ലഭിക്കും. അവരുടെ രോഗദുരിത ദുഃഖങ്ങൾ മാറി ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ച ഇവർക്ക് വന്നു ചേരും. ഇവരിൽ പല മാറ്റങ്ങളും വന്നു ചേരും. വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും കഴിഞ്ഞിരുന്ന ഇവർക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാകുകയും ഭാഗ്യം അനുകൂലമാകുകയും ചെയ്യും. ഇവിടെ അനുകൂലമായി വരുന്നത് വ്യാഴത്തിൻ്റെ അനുകൂലതയാണ്. 5 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറി, എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഏറെ അനുകൂലമായി നിൽക്കുന്നത് വ്യാഴമാണ്. വ്യാഴം അനുകൂലമാകുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമാണ്. നിങ്ങൾ എവിടെ കഴിയുകയാണെങ്കിലും നിങ്ങൾക്ക് ഐശ്വര്യമാണ്. വീട് വിട്ട് വേറൊരിടത്താണ് വസിക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഐശ്വര്യമുണ്ടാകും. ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യത്തിൻ്റെ പെരുമഴ പെയ്യും. ഇനി കർക്കിടകമൊക്കെയാണ്, ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 90 ദിവസത്തിനകം ഇവർക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവർക്ക് സംഭവിക്കും. ആ നക്ഷത്ര ജാതകരെ, ആ ഭാഗ്യശാലികളായ 5 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രക്ഷപ്പെടാൻ പോകുന്നത്. ഇവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുകയും ഇവർക്ക് ഒരുപാട് സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കുകയും ചെയ്യും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. വ്യാഴത്തിന് പ്രത്യേക പൂജയൊക്കെ നടത്തുക, നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ പോവുക, അവിടെ വ്യാഴത്തിന് പ്രത്യേക പൂജയൊക്കെ വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോകണം ഈ നക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. മേടൻ രാശിയിലെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പാണ്. ഇവർക്ക് ധനപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ യാത്രയ്ക്ക് വിദേശ രാജ്യത്തൊക്കെ പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിരുന്ന ഇവർക്ക് അതൊക്കെ മാറി ആ കാര്യം സാധിച്ചെടുക്കുന്ന സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകർ ഈ ഒരു സമയത്ത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ ഭാഗ്യസമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. വ്യാഴത്തിൻ്റെ അനുകൂലം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്കിനി ഐശ്വര്യമാണ്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ നിങ്ങൾ വിളക്കൊക്കെ കത്തിച്ച്, നെയ്വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. പോകാൻ സാധിക്കാത്തവർ അയ്യപ്പൻ്റെ ഒരു പടം വീട്ടിലെ പൂജാമുറിയിൽ വെച്ചോ മൊബൈലിലൊക്കെ സൂക്ഷിച്ചോ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇനി വന്നു ചേരും, ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മേടൻ രാശിയിലെ കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഉയർച്ചയാണ് ഫലം. പിണക്കമൊക്കെ മാറി ആരായാലും നിങ്ങളുടെ അടുത്ത് കൂടുന്ന സമയം. അടുത്ത നക്ഷത്രം കന്നി രാശിയിലെ ഉത്രം നക്ഷത്രമാണ്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കന്നി രാശിയിലെ ഉത്രം നക്ഷത്ര ജാതകർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന സമയം. ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനും ആ ബിസിനസ്സിൽ വലിയ പുരോഗതി വന്നു ചേരുവാനും കഴിയുന്ന സമയം. ബിസിനസ് എത്ര വലിയ താഴെ തട്ടിലേക്ക് നിന്നാലും അതൊക്കെ ഉയർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സമയം. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയം. കന്നിരാശിയിലെ ഉത്രം നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ അർച്ചന നടത്തുക. അതുപോലെ തന്നെ ഉത്രം നാളിൽ ഗണപതി ഹോമം കൂടി നടത്തുക ഈ നക്ഷത്ര ജാതകർ. സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക. ഭാഗ്യമാണ് ഇനി വരാൻ പോകുന്നത്. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇനി അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. എഴുതുമ്പോൾ പേരും എഴുതണം, ജന്മനക്ഷത്രവും എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ട് എങ്കിൽ അതുകൂടി എഴുതുക. ഞാൻ ഇപ്പോൾ തന്നെ അത് ഒന്ന് എഴുതിയെടുക്കും. വെള്ളിയാഴ്ചയിലെയോ ചൊവ്വാഴ്ചയിലെയോ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുവരെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. തീർച്ചയായും വലിയൊരു സൗഭാഗ്യം, വലിയൊരു നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഉറപ്പാണ് ആ കാര്യം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനസമൃദ്ധിയാണ് വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും. വ്യാഴത്തിൻ്റെ അനുകൂലത ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാം. അതുപോലെ പ്രമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാം. വിവാഹ കാര്യത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്നവർക്ക് അത് കിട്ടാം. വീട്ടുകാർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ വിശാഖം നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. വ്യാഴം 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ധനസമൃദ്ധിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ ഏത് നക്ഷത്ര ജാതകരാണെങ്കിലും അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജാതകം, ഭാഗ്യ നമ്പറുകൾ, പഞ്ചപക്ഷി ശാസ്ത്രം, അതുപോലെ തന്നെ വർഷഫലം, പൊരുത്തം ഇവയൊക്കെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വാട്സാപ്പിൽ എഴുതുക. തീർച്ചയായും മറുപടി തരുന്നതാണ്. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മകരരാശിയിലെ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ തുടക്കമായി. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു, ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നു. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തിരുവോണം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു ദേവീ ഭക്തനാണ് ഈ തിരുവോണം നക്ഷത്ര ജാതകനെങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഗുരുവായൂരൊക്കെ ദർശനം നടത്തണം, തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തണം തിരുവോണം നക്ഷത്ര ജാതകർ. ദേഷ്യ സ്വഭാവമൊക്കെ കുറിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. അടുത്തത് കർക്കിടകൻ രാശിയിലെ പൂയം നക്ഷത്രമാണ്. കുറേ കാലങ്ങളായി വിഷമങ്ങളായിരുന്നു, ഒരുപാട് അനുഭവിച്ചു. ഇനി അനുഭവിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാണിവർ. എന്നാൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ വ്യാഴത്തിൻ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. അതിവരെ ഒരുപാട് സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കും. ഏറ്റവും അനുകൂലമായ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. കർക്കിടക രാശിയിലെ എല്ലാ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് എങ്കിൽ തന്നെയും പക്ഷെ പൂയം നക്ഷത്ര ജാതകരെ നമുക്ക് എടുത്തു പറയാം. ഇവർക്ക് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ നീങ്ങുകയാണ്. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അത് വിദേശയാത്രയാകാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ അത് നടക്കുന്നതാകാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാകാം. ഏതായാലും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു, കേസ് വഴക്കുകളൊക്കെ തീരുന്നു. കേസ് വഴക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് അനുകൂലമായിട്ട് ഒരു വിധി വന്നു ചേരുന്ന സമയമാണ്. ഏതായാലും നിങ്ങൾ വിഷമിക്കേണ്ട. പൂയം നക്ഷത്ര ജാതകർ രക്ഷപ്പെടും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നടന്നു കിട്ടും. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകും. വാഹനം മാറി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ഏതായാലും നല്ലൊരു അഭിവൃദ്ധി ഈ 5 നക്ഷത്ര ജാതകർക്കും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.